ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും സ്തോത്രം ചെയ്യുന്നു. Once again I thank the Lord for all of you who have gathered in the Lord's presence. ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. Let us be in a prayerful attitude that the Lord will speak to us through His Holy Spirit. പ്രാർത്ഥനയ്ക്കും ദൈവവചനത്തിനും അതിൻ്റെതാകുന്ന ശക്തിയുണ്ട്. There is power in the word of God and prayer. നമ്മൾ സമൂഹം എത്ര വളർന്നാലും, However the world grows, ലോകത്തിന്റെ ശാസ്ത്രവും ചിന്തകളും ആചാരങ്ങളും എത്രയൊക്കെ മാറിയാലും, even if this world things changes or if there's a lot of scientific improvements come in, ദൈവവചനത്തിന്റെ ശക്തിക്ക് ഒട്ടും ശക്തി കുറഞ്ഞു പോകുന്നില്ല. but the power of the word of God does not reduce at all. അതിനെ ആർക്കും കുറച്ച് കാണുവാൻ കഴിയത്തില്ല. Nobody can look at it low. ഒരുപക്ഷെ നാം ദൈവത്തിങ്കൽ നിന്ന് അകലുമ്പോൾ, But when we are going away from the Lord's presence, ഒരുപക്ഷെ നമുക്കതിന്റെ ശക്തി കുറഞ്ഞതായിട്ട് തോന്നും. maybe we might feel that the power of God is gone from us. നാം ദൈവത്തിങ്കൽ നിന്ന് അകലുമ്പോൾ When we go away from God, അതിന്റെ ചൈതന്യമോ നന്മയോ നമ്മളിൽ കുറഞ്ഞുവെന്ന് വന്നേക്കാം. it might reduce in our lives. എന്നാൽ But ദൈവവചനത്തിന്റെ ശക്തി ഒരിക്കലും കുറയുന്നില്ല. the power of God never fades. പ്രാർത്ഥനയുടെ ശക്തി ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല. The power of prayer does not go. ദൈവിക അത്ഭുതങ്ങൾ ഒരിക്കലും തീർന്നു പോകുന്നില്ല. Even the miracles will never reduce. ദൈവത്തിന്റെ പ്രവൃത്തി ഒട്ടും ചെറുതല്ല. The work of God also is not small. അല്പസമയം ഞാൻ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, What I would like to meditate the word of God this morning is, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പ്രതീക്ഷ എന്ത്? what is the expectation of God about us? ആ പ്രതീക്ഷകൾ തിരിച്ചറിഞ്ഞ് നാം ദൈവത്തെ ആരാധിക്കേണ്ടുന്നതാണ്. And knowing the expectation that God has about us, according to that we have to worship Him. അപ്പോൾ ദൈവിക പ്രതീക്ഷകൾക്കനുസരിച്ച് നമുക്ക് ആകാൻ കഴിയുന്നുണ്ടോ? Are we able to be in the expectation of God? നമ്മൾ പലപ്പോഴും നമ്മുടേതാകുന്ന സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് പല നിലകളിൽ നമ്മൾ മുൻപോട്ടും പിൻപോട്ടും ഒക്കെ പോകാറുണ്ട്. According to our circumstances, we go forward or backward. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരെയും പേര് ചൊല്ലി ഞാൻ ചോദിക്കട്ടെ, ദൈവിക പ്രതീക്ഷയ്ക്കനുസരിച്ച് നമുക്ക് വളരാൻ കഴിയുന്നുണ്ടോ? Let me ask each one of you by name, are you able to grow according to the plan of God? അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ദൈവം നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത് എന്താണ്? Have you ever thought what is God expecting about us? നമുക്ക് നമ്മളെ കുറിച്ചൊക്കെ പ്രതീക്ഷയുണ്ട്. We have our own expectations. നമ്മുടെ മക്കളെ കുറിച്ച് പ്രതീക്ഷയുണ്ട്. We have a lot of expectation of our children. നമ്മുടെ ഭാര്യയെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചും ഒക്കെ നമുക്ക് പ്രതീക്ഷയുണ്ട്. We have expectation about our husbands and our wives. അവരിങ്ങനെ ആകണം, അവരിങ്ങനെ സംസാരിക്കണം, അവർ ഇന്നതുപോലെ ഡ്രസ് ചെയ്യണം, ഇന്ന രീതിയിൽ വരണം, ഇന്നതൊക്കെ ആയിരിക്കണം എന്നൊക്കെ നമുക്ക് പ്രതീക്ഷയുണ്ട്, കണക്കുകൂട്ടുണ്ട്. We have a calculation. This is how a husband or wife or our children should be. ഇതൊക്കെ ഒരു മനുഷ്യന്റെ ആയുസ് കൊണ്ട് തീർന്നു പോകുന്നതാണ്. All these ends while our lifespan ends. എന്താ മനുഷ്യന്റെ ആയുസ്? What is our lifespan? ദൈവവചനം ഇങ്ങനെ പറയുന്നു, This is what a word of God says. ഏറെയായാൽ 80, If extremely comes 80. അതിന്റെ പ്രതാപം കഷ്ടവും ദുഃഖവും നിറഞ്ഞത്. And the pain and the sorrows of it. അപ്പൊ ഈ പ്രതീക്ഷകളെല്ലാം തീരാൻ ഒരു കാലപരിധിയുണ്ട്. So there is a limit for our time to get ended. ഏറെയായാൽ 80. Maximum 80. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു 100 വയസ്സ് ഞാനങ്ങ് പറയുകയാണ്. Doesn't matter. I say everyone have 100 years. ചിലരുടെയൊക്കെ മുഖത്ത് വളരെ സന്തോഷം തോന്നുന്നു. Some people are excited. എന്നാൽ ഒരു 100 വയസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കട്ടെ. So let you all, if you have 100 years of എന്നാൽ life. ഒന്നുകൂടെ ഞാൻ പറയാം, Again I say, ഈ 100 വയസ്സുകൊണ്ട് നമ്മളുടെ ആയുസിന്റെ പ്രതാപം എല്ലാം തീർന്നു പോകും. that the 100 years of lifetime that we have, it will come to an end. പക്ഷേ നമ്മളെ കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത്, But what God expects about us is, നമ്മളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ദിവസം മുതൽ the time that we were conceived in a mother's womb. നമ്മുടെ മരണം കൊണ്ട് തീരുന്ന ഒന്നല്ല. It is not that ends to our death. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ When God created man, വളരെ ഉത്തമമായ നിലകളിൽ ദൈവം അവനെ സൃഷ്ടിച്ചു. He created man with high expectations. ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും അവന്റെ മേൽ വെച്ചു. God kept blessings in him. പക്ഷേ But ആ ദൈവികമാകുന്ന മൂല്യങ്ങളും ഉത്തരവാദിത്തങ്ങളും മറന്നവൻ യാത്ര ചെയ്തപ്പോൾ the very moment man went away from the Lord's ആ plan, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. that hope, that or
the expectation എന്നാൽ that God had left us. ഇന്ന് പകൽക്കാലം ദൈവം എന്നെ കുറിച്ച് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷ എന്തെന്ന് തിരിച്ചറിഞ്ഞ ഒരുവൻ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവനാമം നമ്മളിലൂടെ മഹത്വപ്പെടുന്നത്. Only when a man understands what God expects about us, and when we do according to that, then the glory of God has been seen in us. ദൈവത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു. This is what we see in the word of God. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ When God was on this earth, എന്ത് ചെയ്തു? ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. what did he do? He was for search for his disciples. എന്ത് ചെയ്തു? ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. God selected his disciples. എന്തിനു വേണ്ടി തെരഞ്ഞെടുത്തു? Why did he find his disciples? ഒന്ന് തന്നോട് കൂടെ ഇരിപ്പാനും, One, to be with him. രണ്ട് ഭൂതങ്ങളെ പുറത്താക്കാനും, To deliver the demons out of the people. മൂന്ന് രോഗികളെ സൗഖ്യമാക്കാനും, To heal the sick. ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായി പ്രസംഗിക്കാനുമാണ് കർത്താവ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത്. To extend the kingdom of God through preaching the word of God is the reason why God chose his disciples. അപ്പോൾ കർത്താവിന്റെ തിരഞ്ഞെടുപ്പിന് എപ്പോഴും പ്രാധാന്യമുണ്ട്. So there is importance for the selection of God. ഇന്ന് പകൽക്കാലം മറക്കരുത്. Don't forget this morning. കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ When God selected us, നമ്മുടെ കുടുംബമോ മഹിമയോ നന്മയോ നമ്മളുടെ വലിപ്പമോ പണമോ ഒന്നും നോക്കിയല്ല കർത്താവ് നമ്മെ when തിരഞ്ഞെടുക്കുന്നത്. God selected you and me, he did not see a status or a financial status or whatever it could be. കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ When God selected us, കർത്താവിന്റെ ഇഷ്ടത്തിനാണ് തിരഞ്ഞെടുക്കുന്നത്. he selected according to his desire. ഞാൻ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. I'll simplify this. ഒരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്താൽ When we are working in a company, അവർ പലതരത്തിലുള്ള ഇന്റർവ്യൂകൾ നടത്തും. they will do multiple interviews. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട് ഒക്കെ കഴിയുമ്പോഴാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. So they have multiple rounds, and after the last round they will select us. ചിലപ്പോൾ ഫസ്റ്റ് റൗണ്ടിന് വരുമ്പോൾ 50 പേര് കാണും. And when in the first round there will be 50 people. അതിനെ കട്ട് ചെയ്ത് പിന്നെ 25 ആക്കും. Then they in that 50 they select 25. പിന്നെ 10 ആക്കും. Then it become 10. പിന്നെ ആയിരിക്കും അതിനകത്തുനിന്ന് ആവശ്യമുള്ള 3 പേരെ തിരഞ്ഞെടുക്കുന്നത്. Then from that 10 they might select the 3 of them. എല്ലാവരും പ്രതീക്ഷയോടുകൂടി ആ ഇന്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യുകയാണ്. Everyone who attends the interview is saying that with hope. ആദ്യത്തെ ദിവസം ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ 50 പേർക്കും പ്രതീക്ഷയുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഒരു ജോലി ലഭിക്കും. So the first time the 50 people who goes for interview has a hope that they will get the job there. അവസാനം 3 പേരെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ But when 3 people have been selected, നമുക്ക് കാണാൻ കഴിയുന്നത് we notice കമ്പനി ഒരു നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വെക്കും. they will keep rules and regulations. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം എപ്പോഴും കമ്പനിയുടെ പോളിസിക്ക് അനുസരിച്ചുള്ള രീതിയിലായിരിക്കണം ധരിക്കേണ്ടത്. So the attire that you wear when you come to the company should be the same way they want. വരുമ്പോൾ വാഹനത്തിൽ വരണം. When you come, you should come in your vehicle. ബസ്സിലൊക്കെ ഇടിച്ച് വിയർത്ത് നാറിയൊന്നും വരാൻ പാടില്ല. You should not come in the bath and sting yourself. സമയത്ത് വരണം. You should come punctually. ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യണം. You should do your work correctly. അങ്ങനെ ഒത്തിരി നിർദ്ദേശങ്ങൾ കൊടുക്കും. So a lot of instructions be given. ചില ആഴ്ചകൾ പ്രൊബേഷൻ പീരീഡ് ആണ്. Some time will be a probation period. ആ പ്രൊബേഷൻ പീരീഡ് അനുസരിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നില്ലെങ്കിൽ If we are not doing work during the probation period correctly, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മളെ വിളിക്കും. then the people who are higher in that ranking will call us. ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നീ ഉയർന്നിട്ടില്ല. So whatever we expected about you, you have not come to that level. അല്പം കൂടെ സമയം തരാം. We'll give you some more time. ഇപ്പോഴത്തെ IT കമ്പനികളാണെങ്കിൽ അങ്ങനെയൊന്നും സമയമൊന്നും സാധാരണ കൊടുക്കത്തില്ല. Nowadays the IT firm, they do not give much time. നാളെ തൊട്ട് നീ വരണ്ടാന്ന് പറയും. They will say from tomorrow you don't have to come. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. That's it. പക്ഷേ But കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ when God selected us, ഏത് നിലവാരത്തിൽ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ, ജീവിതത്തിൽ ഒക്കെ നമുക്ക് വളരാൻ കഴിയുന്നുവെന്ന് നമ്മൾ ചിന്തിക്കണം. so we should understand that we also have to grow in our faith, in our spiritual life, in the way that God expects it to be. ആത്മീക ജീവിതം പ്രഹസനമല്ല. Our spiritual life is not pretending or showing off. ഒന്നുകൂടെ ഞാൻ പറയാം, ആത്മീക ജീവിതം പ്രഹസനമല്ല. I say it again, spiritual life is not to show off. പാട്ടും ആരാധനയും പ്രഹസനമല്ല. Worshipping and singing is not for show off. പിന്നെ എന്താണ് ആരാധന? Then what is worship? ആരാധന ജീവിതത്തിൽ നിന്ന് വരണം. So worship should come from your life. എന്താണ് ആരാധന? What is worship? ആരാധന വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരണം. Worship should come from a person's heart. പ്രഹസനം കൊണ്ട് നമുക്ക് മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരാം. We might show off, pretend in front of people and please them. നല്ല ഡ്രസ്സൊക്കെ ധരിച്ചു വന്നാൽ ഒരുപക്ഷെ പാസ്റ്റർ പറയും നീ വിശുദ്ധനാണെന്ന് പറയും. Maybe when you come in a good attire, that the pastor might say you have worn a beautiful and good looking.
നല്ല ദശാംശമോ സ്തോത്ര കാഴ്ചയോ കൊടുത്താൽ പാസ്റ്റർ പറയും നീ നല്ലവനാണെന്ന് പറയും. Maybe when you're giving a good offering or the tithe, that you may think you're a good person. ഇതൊക്കെ എക്സ്റ്റേണൽ ആണ്, പുറമേ ഉള്ളതാണ്. These are the external things. എന്നാൽ ഇന്റേണലായി ദൈവം നമ്മുടെ ഹൃദയങ്ങളെ, ഉൽപ്പുകളെ, നിലവുകളെ തൂക്കി നോക്കുന്നെന്ന് നാം മറന്നു പോകരുത്. But don't forget, God is waving you by looking into your inside. ചില സമയത്ത് ആൾക്കാരോട് പറയും, There are people who say a statement like this. പാസ്റ്റർ ഇത്രയും ടഫായിട്ട് പ്രസംഗിച്ച ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കത്തില്ല. Pastor, if you're preaching in such a strong manner, the people will not stay along with എത്ര us. പേര് നിൽക്കുക എന്നുള്ളതല്ല പ്രശ്നം. How many people will stand is not important. എത്ര പേര് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ യോഗ്യരാകുന്നു എന്നതാണ് പ്രാധാന്യം. What is important is when Christ comes, how many of us will be taken along with him? എത്ര പേരെ പ്ലീസ് ചെയ്ത് നിർത്തുക എന്നുള്ളതിന് ഒരു പ്രാധാന്യവും ഇല്ല. There is no importance or there's no value for people that we please them and keep them here. ദൈവവചനത്തിന് ഉറപ്പുള്ളവനായി നീ ജീവിക്കുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. There is a lot of importance that you stand firm in the foundation of the word of God. പ്രഹസനം കൊണ്ട് ആൾക്കാർ വന്നെന്ന് വരാം. By showing off, you might get a lot of people. പക്ഷെ എല്ലാവരും സ്വർഗത്തിലെത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. But there's no guarantee that they will reach into heaven. ഓരോ ദിവസവും ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. Every day we all have to have something that we have to think about. കർത്താവിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഞാൻ വളരുന്നുണ്ടോ? Am I growing as expected by God? കർത്താവിന്റെ വിളിക്കനുസരിച്ച് ഞാൻ ആകുന്നുണ്ടോ? Am I according to his call? എന്റെ ജീവിതം, എന്റെ വിശുദ്ധി, എന്റെ നിർമ്മലത, എന്റെ സത്യം, എന്റെ ആരാധന കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതനുസരിച്ചാണോ? Is my life, is my expectation, all that I do in my life, is it the way that God desires? അല്ലെങ്കിൽ നീ ഫെയിലിയർ ആകട്ടോ. If you are not according to the Lord's plan, then you are a failure. കർത്താവ് വരും, God will come. ഭക്തന്മാരെ ചേർക്കും. He will take his saints. ഓ, ആ കൂട്ടത്തിൽ ഒരുപക്ഷെ ഞാനും നിങ്ങളും കണ്ടെന്ന് വരത്തില്ല. It's not necessary you and me should be there. നീ ഒരുപക്ഷെ എല്ലാ ദിവസവും ആരാധനയുടെ പുറകിൽ പോയി കൈയുയർത്തി സ്തുതിക്കുന്നുണ്ടാകാം. Maybe you are in the worship, you may be sitting behind and raising your hand. കർത്താവ് നിന്റെ പുറമേ ഉള്ളതൊന്നുമല്ല നോക്കുന്നത്. God is not looking at your outer. കർത്താവ് നിന്റെ അകമേയുള്ള ഉൾക്കാഴ്ചയാണ് കാണുന്നത്. But God sees the inside of your inner heart. അപ്പോൾ ദൈവിക പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ വളർന്നേ പറ്റത്തുള്ളൂ. So we have to grow according to his expectations. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, What I'm saying is, എന്തിനാണ് കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചത്? why did God call his disciples? തന്നോടുകൂടെ ഇരിക്കാൻ, To be with him, ഭൂതങ്ങളെ പുറത്താക്കാൻ, to cast the demons, രോഗികളെ to സൗഖ്യമാക്കാൻ, heal the sick, ദൈവരാജ്യം പ്രസിദ്ധപ്പെടുത്താൻ. to expand the kingdom of God by preaching. അതിനനുസരിച്ച് എല്ലായിടത്തും എല്ലാവർക്കും അതിന് യോഗ്യമായ നിലയിൽ വളരാൻ കഴിഞ്ഞില്ല. But many could not be the way that God expected, and they could not grow like that. ഒന്നുകൂടെ ഞാൻ പറയാം, I'll like say this again. അതിനനുസരിച്ച് എല്ലാവർക്കും വളരാൻ കഴിഞ്ഞില്ല. Many could not grow in that expectation. 12 ഒരുവൻ എന്തായി തീർന്നു? One among the 12, what happened? ഒറ്റിക്കൊടുക്കുന്നവനായി മാറി. He became a person who betrayed. ചിലരൊക്കെ മത്സരികളായി. There some people were fighting or stubborn. ചിലർക്കൊക്കെ പരാജയം സംഭവിച്ചു. Many had failures. എന്നാൽ But ഇന്ന് രാവിലെ നമ്മൾ മനസ്സിലാക്കുക, all we should understand, എവിടെയൊക്കെയോ പരാജയങ്ങൾ നമുക്കൊക്കെ വന്നിട്ടുണ്ടാകാം. there are a lot of shortcomings in our lives too. പരാജയം വരാത്ത ഒരു മനുഷ്യനുമില്ല. There is no man without any kind of failure or എന്നാൽ shortcoming. പരാജയം തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ അനുദപിക്കുന്നവനെയാണ് കർത്താവിന് വേണ്ടുന്നത്. But God wants a person who's able to understand and rectify whatever shortcoming he had in his life. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിന്റെ 47-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. This is what we see in book of Acts chapter 13 verse 47. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കിയിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ വായിക്കാം. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കിയിരിക്കുന്നു. For so had the Lord commanded us, saying, I have set thee to be a light of the Gentiles, that thou shalt be for salvation unto the ends. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, This is what we have noticed. ദൈവം ഒരുവനെ കുറിച്ചുള്ള പ്രതീക്ഷയാണ് ഇവിടെ പറയുന്നത്. The expectation of a person, that's what God says. എന്താണ് പ്രതീക്ഷ? What is the expectation? നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന്, To be the salvation to the end of the world. ഞാൻ നിന്നെ ജാതികൾക്ക് വെളിച്ചമാക്കിയിരിക്കുന്നു. I made you the light in front of the Gentiles. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു കമ്മിറ്റ്മെന്റ് ദൈവം
ദൈവം തന്നിട്ടുണ്ട്. God has given each one of us a commitment. നിന്റെ കുടുംബത്തെ കുറിച്ച്, About a family, നിന്റെ മക്കളെ കുറിച്ച്, about your children, നിന്റെ ഭാര്യയെ കുറിച്ച്, about your wife, നിന്റെ ഭർത്താവിനെ about your കുറിച്ച്, husbands, നിന്റെ അയൽവക്കക്കാരെ കുറിച്ച്, about your neighbors, നീ കാണുന്ന പലരെ കുറിച്ചും. whomever you are seeing. ഒരുപക്ഷെ ഉദാസീനതയിൽ പലരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. Many people are running with their failures. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളെ നോക്കി ഇങ്ങനെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. This is what I would like to say. നമ്മളൊരു ഉത്തരവാദിത്വമുള്ളവരാണ്. We are people who are കർത്താവ് responsible. നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? Why did God call us? ജാതികൾക്ക് വെളിച്ചമാകേണ്ടത്. To be the light for the Gentiles. അപ്പോൾ ജാതികൾക്ക് വെളിച്ചമാകണമെങ്കിൽ If you have to be the light for the നമ്മൾ Gentiles, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? can we be like this? നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? Is it enough to be like this? അല്ല, നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ. No, it's not enough. നമ്മൾ ജാതികൾക്ക് വെളിച്ചമാകണം. If we have to be the light for the Gentiles, മാത്രമല്ല ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം. we have to be the witnesses with the end of the അപ്പോൾ world. അതിനൊരു അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. God has given us an authority. എന്താണ് അധികാരം? What is that authority? ചില സമയത്ത് കുടുംബക്കാർ പിണങ്ങി എന്ന് പറഞ്ഞ്, Because sometimes our relatives are upset with us, അല്ലെങ്കിൽ ഫാമിലിയിലെ അംഗങ്ങൾ പിണങ്ങി എന്ന് പറഞ്ഞ്, because our family people are upset with us, ദൈവിക ദൗത്യം നിന്നെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ when God has given a responsibility to you, അതിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറേണ്ടുന്ന വ്യക്തിയല്ല. you cannot be away from it. കുടുംബക്കാർ ഒരുപക്ഷെ പിണങ്ങി എന്ന് വരാം. When family people might be upset with you, സാഹചര്യങ്ങൾ പലതും എതിരായെന്ന് വരാം. the circumstances can be against you. നമ്മളെ നോക്കുവാനോ അറിയുവാനോ മനസ്സിലാക്കുവാനോ ആരും ഇല്ലെന്ന് വരാം. There will be no one to understand you or look at you. പക്ഷെ ഒരു ഉത്തരവാദിത്വം നിനക്കുണ്ട്. But there is a responsibility. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, I would like to say this. ഒരു വ്യക്തി എന്ന നിലയിൽ As a person, നിനക്ക് ആയുസ് തന്നിരിക്കുമ്പോ, when you have a lifespan given to you, ആരോഗ്യം തന്നിരിക്കുമ്പോ, and given you health, നിന്റെ മക്കളെ കുറിച്ച് നിനക്കൊരു you ഉത്തരവാദിത്വമുണ്ട്. have a responsibility for your നിന്റെ children. ഭാര്യയെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചും നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. You have a responsibility for your husband and your wife. നിന്റെ ദേശത്തെ കുറിച്ച് നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. You have a responsibility for your nation. നിന്റെ കുടുംബാംഗങ്ങളെ കുറിച്ച് നിനക്കൊരു You ഉത്തരവാദിത്വമുണ്ട്. have a responsibility for your relatives and families. നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന പലരെ കുറിച്ച് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. We have a responsibility to our neighborhood and the people around us. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, The word of God says, നമ്മള് നീ നിന്റെ ദുഷ്ടതയിൽ മരിക്കുമെന്ന് നീ അവനോട് പറഞ്ഞില്ലെങ്കിൽ അവന്റെ രക്തം നിന്നോട് ചോദിക്കുമെന്ന്. so if you do not tell the wicked that the catch of count of the blood of those people in your life too. മനസ്സിലായോ? Did you understand? നമ്മൾ പലരും നോക്കി പറയാം അവൻ ദുഷ്ടനാ കേട്ടോ, We say looking at the person, you are wicked. അവൾ ദുഷ്ടത്തിയാ. She is a wicked person. പക്ഷേ But വിധിച്ചു തള്ളാനല്ല കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. God did not call you to judge them. വിധിച്ചു തള്ളാനല്ല കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. God did not call you to judge them and keep them പിന്നെ എന്തിനാ away. കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്? Why did God call you? അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ, To pray for him. അവന് വേണ്ടി കണ്ണുനീരൊഴിക്കാൻ, To pour out the tears for him. ചുറ്റുപാടുകളിൽ അവനോട് ദൈവവചനം പറയാൻ. To tell or share the word of God to him. ചിലപ്പോ ഒന്നാം പ്രാവശ്യം അവൻ കേട്ടില്ലെന്ന് വരാം. He might not listen to you first time. രണ്ടാം പ്രാവശ്യവും അഞ്ചാം പ്രാവശ്യവും അവൻ കേട്ടില്ലെന്ന് വരാം. Multiple times when you say he wouldn't have പക്ഷെ listened to you. നിനക്കൊരു ദൗത്യമുണ്ട്. But there is a responsibility for ഇന്ന് you. പകല് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ നിനക്കൊരു ദൗത്യമുണ്ട്. When you come to the Lord's presence, there is a responsibility for ആ you. ദൗത്യം മറ്റുള്ളവർ അനുസരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറേണ്ടുന്ന ദൗത്യമല്ല. It is not a responsibility that you people do not listen to me or I don't have to bother about it. That is not what he has ഇന്ന് meant. പകലിൽ നീ അത് ചെയ്തേ പറ്റത്തുള്ളൂ. You must do it this ഒരു അമ്മ moment. എന്ന നിലയിൽ, അപ്പൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, ദേശത്തോടുള്ള ബന്ധത്തിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിലൊക്കെ ചെയ്യേണ്ടത് ചെയ്തേ മതിയാകത്തുള്ളൂ. As a husband, as a wife, as a mother, as a father, as a person who is concerned to the people around you, to the family, to the relatives, there is a responsibility that you must do. അപ്പോൾ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുമ്പോ When God has chosen us, നമുക്കൊരു അധികാരം തന്നിട്ടുണ്ട്. He's given us an authority. എന്താണ് നമുക്ക് തന്നിരിക്കുന്ന അധികാരം? ഒത്തിരി വാക്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ പറയാൻ There are ആഗ്രഹിക്കുന്നില്ല. a lot of words that speaks about the authority. എന്താണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം? What is the authority that God has given us? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം പെട്ടെന്ന് വായിക്കാം. Book of Matthew chapter 16 verse 19. I will give you the keys of the kingdom of heaven. Whatever you bind on earth will be bound in heaven, and whatever you loose on earth will be lost in heaven. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. The keys of heaven I give it to you. താക്കോൽ തരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? What do you mean by giving the keys? അതിനകത്തുള്ളതിന്റെ മുഴുവൻ അധികാരവും ഞാൻ നിനക്ക് തരും.
When you say that you give a key to you, it means whatever's inside it all belongs to you. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. I give you the keys of the kingdom of heaven. അതവിടെ നിൽക്കട്ടെ. Let it be there. അടുത്ത വാചകം വളരെ പ്രസക്തമാണ്. The most important thing is very നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. whatever you bind on earth will be bound in heaven. ഇന്ന് പകലിൽ നീ നോക്കിക്കൊണ്ട് ചിലതിനോട് നീ കൽപ്പിച്ചാൽ അത് സംഭവിക്കുമെന്ന്. That whatever you look at and you command, it will happen. കെട്ടുന്നതൊക്കെ കെട്ടപ്പെട്ടിരിക്കുമെന്ന്. Whatever you bind, it will be bound. നീ ഭൂമിയിൽ കൊട്ടുന്നതൊക്കെയും കെട്ടപ്പെട്ടിരിക്കും. Whatever you bind will be bound. ഇനി അടുത്തത്, The next നീ day, അഴിക്കുന്നതൊക്കെയും അഴിയപ്പെടും. whatever you lose on earth will be loosed in heaven. പലപ്പോഴും നമ്മൾ പറയും, We always say, പാസ്റ്ററെ പലതിൽ നിന്നും എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. Pastor, I'm not able to overcome certain things. ഞാൻ ചിലരോട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, I say this with the power of the Holy നിന്റെ Spirit. തലമുറ in you. ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. If your family, your children have been bound by the നിന്റെ power, കുടുംബാംഗങ്ങൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. your relatives have been bound by the എവിടെയൊക്കെയോ power. നീ അറിയാതെ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. Without your knowledge, you also be bound. ഓ എവിടെയൊക്കെയോ നീ എല്ലാം ഉണ്ട്, പക്ഷെ നീ അറിയാത്ത ചില അസമാധാനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിന്നെ കാർന്ന് തിന്നുന്നുണ്ട്. Without your knowledge, there are certain things that are bound in your lives. കിട്ടേണ്ടുന്നത് പലതും കിട്ടേണ്ടുന്നത് പോലെ കിട്ടുന്നില്ല. Whatever you have to receive, you have not received എത്ര it. മരുന്ന് കഴിച്ചിട്ടും നമുക്ക് സൗഖ്യം സംഭവിക്കുന്നില്ല. How much of medicines we take and we are not getting the healing. പലരോടും ചോദിക്കുമ്പോൾ അവരിങ്ങനെ പറയും, This is what many people say. എന്റെ പാസ്റ്റർ ഒത്തിരി മരുന്ന് കഴിക്കുന്നുണ്ട്, I've taken a lot of medicine. എന്റെ രോഗത്തിന് പരിഹാരം വരുന്നില്ല. There is not healing in my ഇന്ന് പകല് sickness. ദൈവാത്മാവിൽ നിനക്കൊന്ന് കൽപ്പിക്കാമോ? Can you say with authority? ദൈവാത്മാവിൽ നിനക്കൊന്ന് കൽപ്പിക്കാമോ? Can you say that with ഈ authority? ദിവസങ്ങളിൽ എന്നെ ബന്ധിക്കുന്ന, എന്റെ കുടുംബാന്തരീക്ഷത്തെ ബന്ധിക്കുന്ന, എന്റെ തലമുറകളെ ബന്ധിക്കുന്ന ചിലതിനെ ഞാൻ വിശ്വാസത്താൽ അഴിച്ചു മാറ്റുന്നു. Can you say that you're going to lose whatever has been bound in your family, in your children, or in the next generation? Let us pray and break it. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, The children of God who've been recovered from the blood of എനിക്ക് Christ. നിങ്ങളോട് ഈ ദൈവവചനത്തിന്റെ വാഗ്ദത്തത്തിനനുസരിച്ച് ശക്തിയോടെ വിളിച്ചു പറയാൻ കഴിയോ? I can say with the power of authority the statement. ഈ വിടുതലിന് നിങ്ങൾ വേറൊരാളെ കാണാൻ പോകേണ്ട. You don't have to go to someone else to get the deliverance. ഒരു പ്രവാചകന്റെ അടുക്കലോ ഒരു രോഗശാന്തി ശുശ്രൂഷക്കാരന്റെ അടുക്കലോ നീ പോകേണ്ടെന്ന് ആവശ്യമില്ല. You don't have to go to a prophet or a healer for you to get delivered. നിന്റെ മേലൊരു ദൈവിക അധികാരമുണ്ട്. You have an authority in ഈ you. പകലിൽ ഞാനത് വിശ്വസിക്കുന്നു. I believe that. നിന്റെ മേലൊരു ദൈവിക അധികാരമുണ്ട്. God's authority is in ഈ you. പകലിൽ ചിലരോട് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, I say with the power of the Holy Spirit to you. ലോകം നിന്റെ മുമ്പിൽ നടക്കത്തില്ലെന്ന് പറയുന്നത് Whatever the world says will not happen in your life. നടത്തിയെടുക്കുന്നതാണ് എന്റെ ദൈവത്തിന്റെ ശക്തി. God's power is thank you to happen that in your life. മനുഷ്യൻ കണക്ക് കൂട്ടുന്നത് പോലെയല്ല It is not the way the people ദൈവം calculate. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. The way the works of God is different. ലോകം പറയും നടക്കത്തില്ലെന്ന്, The world will say it will not happen. ശത്രു പറയും ഇവൻ ഇതിനെ അതിജീവിക്കത്തില്ലെന്ന്, The evil will say he cannot overcome. സാത്താന്യ മണ്ഡലങ്ങൾ പറയും നീ ഇവിടെ തോറ്റെന്ന്. The satanic power will say you have been a failure. പഠിക്കുമ്പോൾ, നീ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, In every situation when you're studying, when you're worshiping, or whatever you are doing, അറിയാതെ നിന്നെ നിരാശ ബാധിക്കുന്നെങ്കിൽ if unexpectedly you're getting disappointment, ഇന്ന് or പകരം discouragement, ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, I say the power of ചിലതിനെ God. കെട്ടുക, You bind it. ചിലതിനെ അഴിച്ചു മാറ്റുക, Certain things you remove ചിലതിന്റെ it മേൽ ജയമെടുക്കുക. and gain the power of victory. വിടുതൽ തരത്തില്ലെന്ന് പറയുന്ന ശത്രുവിനോട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ജയമേറ്റെടുക്കുക. Whatever the devil says that you will not get victory, claim the victory over it. ദൈവവചനപ്രകാരം ഈ ഒരു വഴിയല്ലാതെ മറ്റൊരു വഴിയും നമുക്കില്ല. There is no other way than the way of God. ഏതെങ്കിലും ചർച്ചിൽ പോയി പാസ്റ്റർമാർക്ക് കുറച്ച് കാശ് കൊടുത്തത് കൊണ്ടോ, By going to some church and giving some money to the pastors, ഏതെങ്കിലും പ്രവാചകനെ വിളിച്ചിരുത്തി പ്രാർത്ഥിച്ചത് കൊണ്ടോ, or just calling some prophets and then praying, ആ പലതും നമുക്ക് നേടാൻ കഴിയത്തില്ല. we might not be able to receive ഒരു it. സത്യം One truth. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാൻ I ആഗ്രഹിക്കുന്നു, would like to say this. നീ തന്നെ ദൈവാത്മാവിന്റെ ശക്തിയിൽ ഉണർത്തപ്പെട്ടാൽ, If you are awakened by the power authority of God, ദൈവാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ ഉണർത്തപ്പെട്ടാൽ, if you are awakened by the power of God, നമ്മെ ബാധിക്കുന്ന പ്രതിസന്ധികൾ ഒന്നൊന്നായി കെട്ടഴിയും. then whatever obstacles there in our life will be removed.
or ഇന്ന് lose പകലിൽ it. വിശ്വസിക്കാമോ? Can you believe it? ഇന്ന് പകലിൽ വിശ്വസിക്കാമോ? Can you believe it? എന്നെ ബാധിക്കുന്ന ചില പ്രതിസന്ധികൾ വിട്ടഴിയും. The circumstances that is holding me back will be loose right now. ഇന്നലകളിൽ നമ്മൾ എത്ര സാക്ഷ്യം കേട്ടിട്ടുണ്ട്. We have a lot of testimony that we heard in the past. ഇന്നലകളിൽ എത്ര അനുഭവം നമ്മൾ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. In the past we have experienced a lot of experience. എന്താണ്? What it is? ദൈവം നമുക്ക് വേണ്ടി വലിയത് ചെയ്തു. God had done great അതെ, things ഇന്ന് for us. പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു. I would like to say this statement. ആ ദൈവത്തിന്റെ കരം ഇന്നും കുറുകി പോയിട്ടില്ല. The hand of God is not shortened at all. ദൈവം നാളെയും ഇന്നും നമുക്ക് വേണ്ടി വലിയത് ചെയ്യാൻ വിശ്വസ്തനാണ്. He is able to do for you today, tomorrow and forever. അതിനൊരു കണ്ടീഷൻ ഉണ്ട്. But there is a ഈ condition. കണ്ടീഷൻ പലർക്കും ഇഷ്ടപ്പെടത്തില്ല. That condition many people do not ഇന്ന് want. ആർക്കും ഈ കണ്ടീഷൻ വേണ്ട. Nobody wants this condition. എന്താണ് കണ്ടീഷൻ? What is that condition? അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കും. When you are faithful in small things, He'll make you responsible for great things. ഇന്ന് പകലൊന്നും ഞാൻ പറയാം. I would like to say this again. അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കും. When you are faithful in small things, He'll give you authority in a great നിന്നെ thing. ആക്കി വെക്കുന്ന സ്ഥലങ്ങളിൽ നീ വിശ്വസ്തത പുലർത്തി നിലനിന്നാൽ നീ അധികത്തിൽ വിചാരകനാകും. Wherever God has kept you, if you are faithful, God will make the expectation and make you stand there great. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. I would like to say this again. യോശുവയുടെ ചരിത്രം പഠിക്കുമ്പോൾ When we hear the history of Joshua, യോശുവയുടെ തിരഞ്ഞെടുപ്പ് മുതൽ അവസാനം വരെ യോശുവ വിശ്വസ്തനായി നിന്നു. the time of his selection till the time he was there, and till his time of death, he was faithful. ഒന്നാം അധ്യായത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട് യോശുവയുടെ പുസ്തകത്തിൽ. In the book of Joshua chapter 1 we see ഞാൻ that നിന്റെ വായോട് കൂടെ ഇരിക്കും. I'll be with you with your mouth. ഞാൻ നീ പോകുന്നിടത്തൊക്കെ നിന്നോടൊപ്പം ഉണ്ടാകും. I'll be with you wherever you go. അവസാനം ഇങ്ങനെ പറയുകയാണ്, And the end it says, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. me and my family we will serve the Lord. തെരഞ്ഞെടുപ്പിന്റെ ആദ്യം മുതൽ From the time of his selection അവസാനം വരെ till the end, താൻ പറയുകയാണ്, he says, ഒരു വഴിയിലും അവൻ പിന്മാറിയില്ല. he did not backslide from the Lord's ഒരു presence. ഷോർട്ട് കട്ടും അവനെ സ്വാധീനിച്ചില്ല. No shortcut captured his life. ആത്മീക ജീവിതത്തിൽ ഒരു ഷോർട്ട് കട്ട് ഇല്ല കേട്ടോ. There is no shortcut in spiritual life. ആത്മീക ജീവിതത്തിലുള്ള ഷോർട്ട് കട്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക, ദൈവത്തോട് കരയുക എന്ന് മാത്രമാണ്. The only shortcut is to kneel before the Lord and pray to Him. കാക്കുല്യങ്ങൾ ഇന്ന് പകൽ ഒത്തിരി സ്റ്റുഡൻസ് കടന്നു വന്നിട്ടുണ്ടല്ലോ. Many youngsters have come here. എല്ലാവരോടും ഞാൻ പറയട്ടെ, To you, I have to say one thing. പരീക്ഷാ സ്ഥലത്ത് ബുദ്ധിമുട്ടുണ്ടാകും. You might have tough time. You ജോലി will take സ്ഥലത്ത് tough time. ബുദ്ധിമുട്ടുണ്ടാകും. In your workplace, you have tough ആ time. മുതിർന്നവർ വന്നിട്ടുണ്ടല്ലോ. Elders have come. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ സംഭവിക്കും. You might have gone through a lot of tough time. എന്നാൽ പ്രതിസന്ധികളെ ജയിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. But overcoming all those situations is കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുക. kneel before the Lord's ഇന്ന് presence. പകൽക്കാലം This moment, ഏൽപ്പിച്ചതിൽ നമ്മൾ വിശ്വസ്തരാകുക. let us be faithful for അപ്പോൾ what He has given to ഞാൻ us. പറഞ്ഞത് ഇങ്ങനെയാണ്, This is what I say. യോശുവ തിരഞ്ഞെടുത്ത നാൾ മുതൽ അവസാനം വരെ വിശ്വസ്തനായിരുന്നു. The day Joshua was selected till the end, he was faithful. എന്നാൽ പത്രോസിന്റെ ചരിത്രം പഠിക്കുമ്പോ But when you look at the life of Peter, തെരഞ്ഞെടുത്തപ്പോ വളരെ തീക്ഷ്ണതയോടുകൂടി നിന്നു. when he was selected, he was very much in zeal. എന്നിട്ട് എന്ത് സംഭവിച്ചു? Then what happened? ചില സ്ഥലങ്ങളിലൊക്കെ പിന്മാറി, In certain situations, he backslided. പിറുപിറുത്തു. He murmured, എന്നിട്ടും അവനെ കർത്താവ് തള്ളിക്കളഞ്ഞില്ല. but still God did not deny him. നമ്മളൊക്കെ ഇതുപോലൊക്കെയാ. This is how we are also. ഏലിയാവിനെ കർത്താവ് തെരഞ്ഞെടുത്തു. God chose Elijah. വലിയ അത്ഭുതങ്ങൾ ചെയ്തു. He did great miracles. പക്ഷെ അറിയാതെ മരിച്ചാൽ മതിയെന്നോർത്ത് പലപ്പോഴും വ്യാകുലപ്പെട്ടു. There was a time in his life when he cried and said, Lord, this is enough. എന്നിട്ടും അവനെ കർത്താവ് തള്ളിക്കളഞ്ഞില്ല. But there also God did not let പക്ഷെ him ഈ alone. രണ്ടിടത്തും നമുക്കൊരു എക്സ്ക്യൂസ് അല്ല. These are not an excuse for us. വീണവർ അനേകരുണ്ട്. There are many who had a fall. പക്ഷെ ജയിച്ചവരുടെ കൂട്ടത്തിലാണ് നാം കാണേണ്ടത്. So we should be in the group of people who got victorious. ഇവരുടെ രണ്ടുപേരുടെയും ചരിത്രം ഞാൻ പറഞ്ഞപ്പോ When I say both their lives, അവരെയൊക്കെ കർത്താവ് സ്വീകരിച്ചുകൊണ്ട് എന്നെ സ്വീകരിക്കുമെന്ന് വിചാരിച്ച് മുടന്ത ന്യായവുമായിട്ട് ആരും ഇരിക്കണ്ട. don't give lame excuses and say an example of these people and sit. അവർ ദൈവസന്നിധി വന്നപ്പോ പിന്നെ ദൈവത്തോട് അനുതപിച്ചു. But when they came back to the Lord, they have repented. ദൈവത്തോട് അവർ അനുതപിച്ചു. They repented. പരിണിത ഫലം The result of it, കർത്താവ് അവരെ ഉപയോഗിച്ചു. that God used them. മനുഷ്യത്വത്തിൽ നാം ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ചില പരാജയങ്ങൾ നമ്മളിൽ സംഭവിച്ചെന്ന് വരാം. When we are living as a human, there will become shortcomings. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, But I would like to say this about the Holy Spirit. പരാജയമല്ല നമ്മുടെ പ്രശ്നം. The failures are not that
very important. ദൈവസന്നിധിയിൽ അനുദപിക്കുന്നതാണ് നമ്മുടെ വിഷയം. The most important thing has been repenting in the ഇന്ന് Lord's പകൽ presence. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, Children who have gathered in the Lord's presence. ബന്ധനാവസ്ഥയിൽ ഇരിക്കുന്ന ചില പ്രതികൂലങ്ങളെ അഴിച്ചു മാറ്റുവാൻ ദൈവം ചില കൃപകൾ നിന്റെ മേൽ വെച്ചിട്ടുണ്ട്. God has kept some authorities in you so that you will break the binds that have been bound in you. നമ്മൾ ആയിരിക്കുന്ന ഈ ബന്ധനാവസ്ഥ എന്നൊക്കെ പറഞ്ഞാല് ഈ വലിയ ഏതാണ്ട് വലിയ കാര്യങ്ങളൊക്കെയാണ്. We think when you are bound, it's something great or big thing. ഞാൻ ഉദാഹരണം പറയാം. An example. നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. Imagine that we have going for an interview. മൺഡേ രാവിലെ 10 o'clock ഇന്റർവ്യൂ ഉണ്ട്. 10 o'clock is an interview. നമ്മൾ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. We are staying alone. എന്ത് സംഭവിക്കുക? What will happen? നമ്മൾ ആ ഇന്റർവ്യൂവിന് വേണ്ടി പോകാൻ വേണ്ടി തലേദിവസമേ എല്ലാം പ്രിപ്പയർ ചെയ്തു, ഡ്രസ്സെല്ലാം നമ്മൾ അയൺ ചെയ്തു വെച്ച് എല്ലാം ചെയ്തു. We do all the preparations the previous night. പക്ഷേ രാത്രി ഉറങ്ങാൻ കിടന്നു. We slept, ഉറക്കം എഴുന്നേറ്റില്ല. but we were not able to wake up. രാവിലെ ഉണരുന്നത് 10 മണിക്കാണ്. But we woke up at 10 a.m. ചാടി എഴുന്നേറ്റു. We jumped up. ആകെ ടെൻഷനായി. We got it really തലമുടിയെ tense. പിടിച്ച് വലിച്ചു. We held our head. തലയ്ക്ക് 4 ഇടി ഇടിച്ചു. We hit our forehead. അലാറം വെച്ചു. We kept the alarm. അലാറം അടിച്ചടിച്ചടിച്ചടിച്ച് മൊബൈൽ ചൂടായതല്ലാതെ അലാറം നമ്മൾ കേട്ടില്ല. The alarm rang, but we did not hear, and only the mobile got heated up. സാധാരണഗതി നമ്മൾ 8 മണിക്കോ അല്ലെങ്കിൽ നേരത്തെയോ എഴുന്നേൽക്കുന്നതാണ്. Usually we used to get up early at 8 a.m. പലർക്കും സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? Many of you would have experienced this, right? ചിലർ വണ്ടിയിലൊക്കെ കയറി ഇരുന്നിട്ട് സ്റ്റേഷൻ മാറിയൊക്കെ ഇറങ്ങുന്നതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. I have heard many people got in the train and got in the wrong station ഉറങ്ങിപ്പോയി. because we slept. നിസാര കാര്യമാണ്. A small thing. ആ ഇന്റർവ്യൂ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. We would not be able to attend the interview. നിനക്ക് കിട്ടേണ്ടുന്ന ഒരു നന്മ, That blessing that you should receive, അറിയാതെ without knowing, പിശാച് ത്വരങ്കം വെച്ചു. and Satan was trying to capture it. അല്ലേ? എത്രയോ സമയങ്ങളിൽ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. These things happen in our life in many situations. ഇതാണ് This is what തടസ്സങ്ങൾ എന്ന് പറയുന്നത്. we call obstacles. ഇതുപോലെ ഒത്തിരി ചെറിയ കാര്യങ്ങളാണ്. They are small things. ചെയ്യേണ്ടുന്ന സമയത്ത് നമുക്ക് എത്തപ്പെടാൻ കഴിയുന്നില്ല. What we have to do and what we should do, we are not able to reach that point in time. യാക്കോബിന് എത്ര അനുഗ്രഹം കിട്ടേണ്ടതായിരുന്നു. How much blessing Jacob should have received. പക്ഷെ എവിടെയൊക്കെയോ തടയപ്പെട്ടു. But many areas there was a lot ചില of നന്മകൾക്ക് obstacles. എത്രയോ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി He വന്നു. waited for a long period of time for getting the blessings. ഒരു പ്രാവശ്യം ഇന്ന് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. This is what I would like to say. തടയപ്പെടുന്ന നന്മകളെ പിടിച്ചെടുക്കാനാണ് ഇന്ന് പകൽക്കാലം ദൈവസന്നിധി നാം ആയിരിക്കേണ്ടത്. We should be in the Lord's presence to capture the benefit of the blessing that God has kept us with. We are already bound. പക്ഷെ ഇന്നത്തെ പരാജയം എന്താണെന്നറിയാമോ? Do you know what is the failure that we have today? തടയപ്പെടുന്ന നന്മ എന്ത് കാരണം കൊണ്ട് നമുക്ക് തടയപ്പെട്ടു എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിവേചനമില്ലായ്മയാണ് നമ്മുടെ പരാജയം. The reason of our failure is we are not able to discern what is the reason of this obstacle coming into our life. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, The other day I spoke to a പാസ്റ്റർ ഒന്ന് person. പ്രാർത്ഥിക്കണം. Please pray for me, Pastor. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? Why should I pray? അതേവരോട് പറഞ്ഞു, That the person said, എന്റെ വൈഫ് പല പ്രാവശ്യം എക്സാം എഴുതി. my wife wrote the exam multiple times. പക്ഷെ ആദ്യമൊക്കെ അവൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. In the beginning she did not have any desire. പക്ഷേ ഒത്തിരി പ്രാവശ്യം എക്സാം എഴുതി. Multiple times she wrote. ഇപ്പോഴും എക്സാം എഴുതുന്നു, ചില സമയത്തൊക്കെ പാസ്സാകുന്നുണ്ട്, പക്ഷേ വഴികൾ തുറക്കുന്നില്ല. Sometimes she's able to get through it, but she's not able to see the openings. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, Then I told him, നിങ്ങൾ ഇതിന് ഒരു 10 വർഷം മുമ്പേ നിങ്ങൾ ഈ എക്സാം പ്രിപ്പയർ ചെയ്ത് പാസ്സാകേണ്ടതായിരുന്നു. 10 years ago you would have prepared and passed the exam. ഞാൻ നിങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്, This is what the Lord spoke to me. നിങ്ങളുടെ about. ഉദാസീനത നിങ്ങളെ പരാജയത്തിലേക്ക് നയിച്ചു. Your laziness and your failures are reasons why you could not reach to reach a victory. ഞാനാ പറഞ്ഞത് ആ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. He didn't like it. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഉദാസീനത നിങ്ങളുടെ കുടുംബത്തെ വലിയൊരു നന്മയിൽ നിന്ന് തടഞ്ഞു കളഞ്ഞു. So your laziness has brought you not to reach the blessing. എന്റെ പ്രവചനമൊക്കെ ഇങ്ങനെയൊക്കെയാ കേട്ടോ. This is how I prophesy. ഒരു പക്ഷേ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. Not everyone will be liking it. എല്ലാവരോടും ഞാൻ അങ്ങനെ ഈസി ആയിട്ട് പറയത്തുമില്ല. I don't tell everyone just like പക്ഷെ ഞാൻ that. പറഞ്ഞു, But I told him, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. he didn't like it. 2-3 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു, 2 days later he called me and said, പാസ്റ്റർ പറഞ്ഞത് കുറച്ചൊക്കെ ശരിയാണെന്ന് തോന്നുന്നു. so he said some things what he said is true, Pastor. ഞാൻ പറഞ്ഞു, ഇല്ല, 100% ശരിയാ. 100% it is the truth that I said. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, This is what I'm telling to all of ചില you. കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കേണ്ടുന്നത് പോലെ ശ്രമിക്കണം. Certain things we have to work for it as we have to do it. അധ്വാനിക്കേണ്ടുന്നത് പോലെ അധ്വാനിക്കണം. We have to work the way we have to work. സമയം നമ്മളെ നോക്കി നിൽക്കാറില്ല. The time does not wait for us. സാഹചര്യങ്ങളും അവസ്ഥകളും നമ്മളെ നോക്കി നിൽക്കത്തില്ല. The circumstances will not wait
provided for us. ദൈവം ഏൽപ്പിച്ചതിൽ വിശ്വസ്തരാകുക. Be faithful in whatever God ദൈവിക gives you. സാക്ഷ്യം നിലനിർത്തുക. Keep the faithfulness in your life. ആത്മിക മൂല്യങ്ങളിൽ മുൻപോട്ട് പോകുക. Go forward in your spiritual life. ദൈവവചനത്തോടും ആരാധനയോടും വിശ്വസ്തത കാണിക്കുക. Be faithful in the word of God and worship. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും Even if you gain the whole അവന്റെ world, ആത്മിക ജീവിതം പരാജയപ്പെട്ടാൽ if his spiritual life is a failure, അവന് പരാജയം തന്നെയാണ്. then he is a great failure. ഒരുപക്ഷെ വലിയ ജോലി ഉണ്ടാകാം, He might have a great job. നല്ല നന്മകൾ You നിനക്കുണ്ടാകാം. might be having a lot of blessings. ഇന്ന് പകലിൽ ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, And I like to say this statement. കർത്താവിന്റെ ഹിതമറിഞ്ഞ് അവനെ ആരാധിക്കുക. കർത്താവിന്റെ ഹിതമനുസരിച്ച് ദൈവഹിതത്തിനായി വളരുക. Grow and build yourself according to the plan and the desire of God Almighty. നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാമോ? Do you know what we desire? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആൾക്കാർ ചെയ്തു തന്ന ഭയങ്കര സന്തോഷമാണ്. How we like and how we desire it. When people are doing it for us, we are really happy. എന്നെ അറിയുന്ന എന്റെ ഇന്നാരെ നമ്മൾ പറയും. Then we will say, this particular person, so and so and so person. പക്ഷേ But ഇന്ന് പകൽക്കാലം തിരിച്ച് നമുക്കൊരു ചിന്താഗതി വേണം. we should have a different thinking. കർത്താവ് എന്നെ കുറിച്ച് എന്ത് പ്രതീക്ഷിക്കുന്നു? What is God expecting ഒരു from me? ഡിമാൻഡും ഇല്ലാതെ Without any kind of demand. എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്ത കർത്താവ്, A God who chose you and me. മകളാക്കി തീർത്ത കർത്താവ്, Made us sons and daughters. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ജീവിക്കുന്നു. He is living. ഞാൻ എന്റെ വാക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. I would like to wind up my words like this. എന്താണ്? കർത്താവിന്റെ ഹിതമനുസരിച്ച് നമ്മൾ ഓരോരുത്തരും വളരാം. Let us grow in the desire of God. ഞാൻ ഇങ്ങനെ പറയാം, I would like to say ഞാനും നിങ്ങളും വളർന്നാൽ this. If we grow, ശരിക്കും surely, നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി മാറും. then your life will be a miraculous life. ആർക്കും നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. Nobody can touch you. അത് സംഭവിക്കാൻ If it happens, ഒരു ഷോർട്ട് കട്ടും ഇല്ല. there is no shortcut. ദൈവസന്നിധിയിൽ നാം നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവഹിതത്തിനായി ഏൽപ്പിക്കുക എന്നത് മാത്രമാണ് ഷോർട്ട് കട്ട്. The only shortcut is surrendering ourselves to the Lord's hand and according to His desire going forward. അത് നടന്നില്ലെങ്കിൽ If it doesn't happen, സഭയെയോ the church, പാസ്റ്ററെയോ the pastor, കുടുംബാംഗങ്ങളെയോ the families, സ്നേഹിതരെയോ your friends, ആരെയും പഴി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. there is no meaning in blaming any of these people. ദൈവഹിതത്തിനായി നീ ഏൽപ്പിച്ചാൽ, If you give yourself to the Lord's ഇങ്ങനെ hand, പറയുന്നു, the word of God says, കർത്താവിന്റെ ഹിതത്തിനനുസരിച്ച് നീ സമർപ്പിക്കപ്പെട്ടാൽ if you submit yourself according to the desire of നിന്നെ God, ഒരു ശ്രേഷ്ഠവും മാന്യവുമായ ഒരു ഉപകരണമാക്കി കർത്താവ് മാറ്റും. God will use you as a channel in a greater way. ഇന്ന് കാണുന്ന പലതും ഒരുപക്ഷെ മാറിപ്പോയെന്ന് വരാം. Maybe whatever you see today will change. പക്ഷേ കർത്താവ് നിന്നെ ശക്തീകരിക്കും. God will still strengthen you. ദൈവസന്നിധിയിൽ In God's presence, ഇങ്ങനെയാണ് ഒരു വാക്യം പറയുന്നത്, the word of God says, അവന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിക്കും. surrender yourself in the strengthful hand of God. അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തും. He will lift you up at the right time. സ്തോത്രം. Amen. ഒന്നുകൂടെ ഞാൻ പറയാം, I would like to say that again. കർത്താവിന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിക്കെ Be in submit yourself in the hands of the Lord. അവന്റെ സമയത്ത് കർത്താവ് നിന്നെ ഉയർത്തും. And in the right time, God will lift you up. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. Let the Lord bless us through His words. Amen. Amen.